വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഇന്ന് ഫുൾ ഹാപ്പി മൂഡിലുള്ളത്. ഈ സീസണിൽ ആദ്യത്തെ ചക്ക കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ചക്ക ഇടിച്ചക്കയാണ്, തോരൻ വയ്ക്കാനേ പറ്റുള്ളൂ. അപ്പോൾ വിചാരിച്ചു ഇന്നൊരു ഇടിച്ചക്കനെ കൊണ്ട് തോരനാക്കാമെന്ന്. അതുമ്പോൾ നമ്മുടെ നാടൻ റെസിപ്പിയാണെന്ന് കാണിക്കുന്നത്. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം. പിന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരുള്ളൂ, അപ്പോൾ അതും മറക്കരുത്. അപ്പോൾ ചക്കപ്പണി തുടങ്ങുന്നതിന് മുന്നേ ആദ്യം നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലും നമ്മൾ ഉപയോഗിക്കുന്ന കത്തിയുടെ മേലും നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുക്കാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചക്കയുടെ പശയൊന്നും എവിടെയും പറ്റൊന്നുമില്ല, നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ആ ചക്കയുടെ മേലിന്ന് ഒരു കഷ്ണം ഇതുപോലെ എടുത്തിട്ടുണ്ട്. കുറച്ച് മൂപ്പുള്ള ചക്കയാണ്. ഇനി നമുക്കിതിൻ്റെ ഈ മുള്ള് പോലെയുള്ള ഭാഗം നന്നായിട്ട് ചെത്തിക്കളയാം. നമ്മളിത് തോരൻ ഉപയോഗിക്കില്ല, നമ്മൾ ബാക്കിയുള്ള ഭാഗമാണ് തോരന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മുള്ള് പോലെയുള്ള എല്ലാ ഭാഗം കട്ട് ചെയ്ത് നല്ല ക്ലീൻ ആക്കിയിട്ട് എടുക്കാം. ഈ ഒരു പച്ച കളർ കാണുന്ന ഭാഗമൊക്കെ നമ്മൾ ഇതുപോലെ മുറിച്ച് ക്ലീൻ ആക്കി എടുക്കണം. അപ്പോൾ ഞാനങ്ങനെ മുഴുവനായിട്ട് ഇതിൻ്റെ മുള്ളൊക്കെ പോക്കിയിട്ട് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് കഴുകിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കണം. ഓരോരുത്തർ ഓരോ മെത്തേഡാണ് ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ചിലരിത് കയ്യിൽ വെച്ചിട്ട് കൊത്തി അരിയും. അപ്പോൾ അധികം കയ്യിൽ വെച്ച് കൊത്തി അരിയാൻ അറിയലുണ്ടാവില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഈസി മെത്തേഡ് കാണിക്കുക എന്നുള്ളത്. ഇതുപോലെ വരയിട്ട് കൊടുക്കുക ചക്കയുടെ പീസിൽ. എന്നിട്ട് ക്രോസ് ആയിട്ട് തിരിച്ചും വരയിട്ട് കൊടുക്കുക. എന്നിട്ടൊരു കട്ടിംഗ് ബോർഡിൻ്റെ മേലെ വെച്ചിട്ട് അരിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ചെറിയതായിട്ടുള്ള പീസായിട്ട് നല്ല കുനുകുനയായിട്ട് വരും. കണ്ടോ, അതായത് ഇതുപോലെ നിങ്ങൾക്ക് അരിഞ്ഞെടുക്കാൻ പറ്റും. ഇതൊരു ഈസി മെത്തേഡാണ്. ചിലവർ എന്താ ചെയ്യുക വെച്ചാൽ കുക്കറിലിട്ടിട്ട് ഒന്ന് വലിയ പീസാക്കി കുക്കറിലിട്ടിട്ട് ഒന്ന് വിസിലടിച്ചിട്ട് മിക്സിയിലൊക്കെ അടിച്ചെടുക്കും. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ നാടൻ ഈ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ആ ടേസ്റ്റ് ഇതിന് വരില്ല. ഇതിന് നല്ല ഫ്ലേവർ, ആ ഒരു ടേസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യണം. അപ്പം ഇത് കുറച്ച് മൂത്ത ചക്കയാണ്, ഞാനിതിൻ്റെ നടുഭാഗം എടുത്തിട്ടില്ല. കടല നല്ല ചെറുതായി അരിഞ്ഞതാണ്. ഇത് ഞാൻ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് അടച്ച് വെച്ചിട്ട് ഒരു 3 വിസിൽ വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഞാനിത് അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതൊരു 3 വിസിൽ വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യാം. ഞാനൊരു 1/2 മുറി തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 5-6 ചെറിയുള്ളി ഇട്ടിട്ടുണ്ട്. ഒരു 3 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുക്കണം. നന്നായിട്ട് അരയ്ക്കരുത്, ജസ്റ്റ് ഒന്ന് പൾസ് മോഡിലിട്ടിട്ട് 2 തവണ തിരിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് ഒന്ന് ഒതുങ്ങി കിട്ടും. 3 വിസിൽ കഴിഞ്ഞപ്പോൾ കുക്കറിൽ മേലെ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അപ്പം തന്നെ കുക്കർ തുറന്നിട്ടുണ്ട്. നമ്മുടെ ചക്കയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒതുക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാക്കി കൊടുക്കാം. ആ തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്ന് വറവിടാൻ വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കടുക് നന്നായിട്ടൊന്ന് പൊട്ടട്ടെ. ഇത് നന്നായിട്ടൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 10-12 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. കുറച്ച് വലിപ്പമുള്ള ചെറിയുള്ളി ആയിരുന്നു. അത് ചെറുതായിട്ട് ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ എണ്ണയിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്നും ഇങ്ങനെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ട് പച്ചമണം പോകുന്ന വരെ മതി. ഇനി ഇതിലേക്ക് 2 ഉണക്കമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കരിവേപ്പിലയും, നല്ല ഫ്രഷ് കരിവേപ്പിലയാണ്, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചക്കയുടെയും തേങ്ങയുടെയും മിക്സ്ചർ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് നല്ലോണം യോജിപ്പിച്ചെടുക്കാം. നമ്മൾ അവസാനമായിട്ട് ഈ ചെറിയുള്ളിയല്ലേ, ഇതൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് കടിക്കാൻ കിട്ടും. നല്ല ടേസ്റ്റാണ് ഈ തോരൻ കഴിക്കാൻ. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരു ഐറ്റം മാത്രം മതി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ചക്ക സീസണാണ്, എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക് യു.